ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഈ ഒരു എഗ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ഏലക്ക, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, ഒരു 2 ഗ്രാമ്പു, ഒരു തക്കോലത്തിൻ്റെ ഒരു ഇതൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിനരിഞ്ഞത്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴന്ന് വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ തക്കാളിയും നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടട്ടെ, അതുവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താണ്ടെ ഈ തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കുമ്പോഴേക്കും തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ താണ്ടെ ഈ ഒരു പരുവായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്കുള്ള മസാലയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുകയും ഒരു നല്ലൊരു കളർ വരുന്നത് വരെ ചെറിയൊരു തീയിലിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ചൊന്ന് ഒഴിക്കുകയാണ്. കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മുട്ടകളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അരപ്പൊക്കെ ഒന്ന് മുട്ടയിലേക്ക് പിടിച്ചിട്ടട്ടെ. അപ്പോൾ ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കറിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലെ വെള്ളം കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.